അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫുട്ബോൾ എന്ന കളിക്ക് അതിരുകളില്ലെന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ആ അതിരുകളില്ലായ്മ ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു നോവലാണ് ദുനിയ ബീവീസ്. മെസ്സിയെ സ്നേഹിക്കുന്ന, ലോകകപ്പ് മത്സരങ്ങൾ കാണാൻ രാത്രികൾ ഉറക്കമൊഴിയുന്ന, ഖത്തറിലെ സ്റ്റേഡിയങ്ങളിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് പെൺകുട്ടികളെയാണ് ഈ പുസ്തകം വായനക്കാരന് പരിചയപ്പെടുത്തുന്നത്. റിമ, ഫിദ, ബ്രസീലിയ. ഈ മൂന്ന് സുഹൃത്തുക്കളുടെ ലോകം ഫുട്ബോളിനോടുള്ള ആവേശം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവരുടെ കഥ ഒരു കളിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് നേരിൽ കാണുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷേ ഒരു ആഗ്രഹം ഉണ്ടാകുന്നതും അത് യാഥാർത്ഥ്യമാക്കുന്നതും തമ്മിൽ വലിയ ദൂരമുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിന്റെ ആശങ്കകളും സമൂഹത്തിന്റെ ചോദ്യങ്ങളും ആ ദൂരത്തെ വീണ്ടും വലുതാക്കുന്നു. എന്നിട്ടും അവർ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഈ യാത്രയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടെ ലക്ഷ്യത്തെക്കാൾ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ്. ഒരാൾ തളരുമ്പോൾ മറ്റൊരാൾ കൈപിടിക്കുന്നു. ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ അതിനെ ഒരുമിച്ച് നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഈ നോവലിന്റെ ഏറ്റവും ശക്തമായ ഭാഗം അതിലെ സൗഹൃദമാണ്. ഫുട്ബോൾ പലർക്കും ഒരു വിനോദമായിരിക്കാം. എന്നാൽ റിമക്കും ഫിദക്കും ബ്രസീലിയക്കും അത് അതിലും വലുതാണ്. അത് അവരുടെ സന്തോഷങ്ങളുടെ ഭാഗമാണ്, സംഭാഷണങ്ങളുടെ ഭാഗമാണ്, ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. എഴുത്തുകാരൻ ഈ വികാരങ്ങളെ വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ നോവലിലെ കഥാപാത്രങ്ങൾ വലിയ വീരന്മാരൊന്നുമല്ല. അവർ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നങ്ങളും ആശങ്കകളും വിജയങ്ങളും വായനക്കാരനോട് വളരെ അടുത്തു നിൽക്കുന്നു. പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ ഭാഷയാണ്. വളരെ ലളിതമായ ഭാഷയിൽ വേഗതയോടെ കഥ മുന്നോട്ട് പോകുന്നു. ഒരു യാത്രാ വിവരണത്തിന്റെയും ഒരു സൗഹൃദ കഥയുടെയും ഒരു സ്പോർട്സ് നോവലിന്റെയും സ്വഭാവം ഒരേ സമയം ഈ കൃതിയിൽ കാണാം. പുസ്തകത്തിന്റെ അവസാന പേജ് കഴിഞ്ഞാലും ലോകകപ്പ് സ്റ്റേഡിയങ്ങളുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ മനസ്സിൽ നിലനിൽക്കുന്നത് മൂന്ന് പെൺകുട്ടികളുടെ സൗഹൃദവും അവരുടെ ഉറച്ച തീരുമാനവുമാണ്. സ്വപ്നങ്ങളെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും സംസാരിക്കുന്ന പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ദുനിയ ബീവീസ് തീർച്ചയായും ശ്രദ്ധേയമായ ഒരു വായനാനുഭവമായിരിക്കും.